പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റു പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. അതേ പ്രിയരെ, ഒരു കൂട്ടർ പ്രതികൂലമായി നിൽക്കുമ്പോൾ, പ്രതികൂലമായ വാക്കുകൾ ഉന്നയിക്കുമ്പോൾ, അകത്തളങ്ങളിൽ നിയോഗിക്കപ്പെട്ടവർ, നിയോഗം ഏറ്റെടുത്തവർ അന്യോന്യം ധൈര്യപ്പെടുത്തുകയാണ്. അതേ, പ്രാർത്ഥിക്കുകയും പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ പണി പൂർത്തീകരിക്കുന്നതാണ്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടെ നിൽക്കാൻ ചിലരെ കർത്താവ് ആമേൻ നൽകുകയാണ് നമ്മുടെ വിഷയങ്ങളിൽ. പ്രാർത്ഥിക്കുന്നവർ ഒരു കൂട്ടർ, ആമേൻ ഏക മനസ്സോടെ നിൽക്കുന്ന ഒരു കൂട്ടർ, അതെ, ഒരുമിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ദൈവപ്രവർത്തികൾ എന്നേക്കുമായി അവരുടെ ജീവിതത്തിനേക്കത്ത് ആമേൻ വെളിപ്പെട്ടു വരുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ പ്രിയരെ, ഈ വചനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നു. അതേ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ നീ ആയിരിക്കുന്നതിന്റെ വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ചില പണികളെ പൂർത്തീകരിച്ച് ചില ശൂന്യതലങ്ങളെ മാറ്റി ആമേൻ വലിയൊരു ആത്മീക നിറവിലേക്ക് സർവശക്തനായ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.